ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു പിങ്ക് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിങ്ക് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ല പോലെ സീവ് ചെയ്തെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും സീവ് ചെയ്തെടുത്തോളൂ. ഇനി നിങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വിസ്കോ പോർക്കോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ്ലി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി നമുക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസിക്കും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് പൊങ്ങി വരാനൊക്കെ നല്ല ഒരു ചാൻസാണ് നമ്മൾ നല്ല പോലെ സീവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് മിൽക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗർ കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെയാണ് നമ്മുടെ പിങ്ക് കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മിൽക്കിലേക്ക് പിങ്ക് കളറും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മിൽക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 മുട്ട വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. 4 മുട്ടയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വാനില എസൻസ് ഒഴിക്കുന്നത് എന്തിനാ ആദ്യം തന്നെ എന്നുള്ളത് നമുക്ക് മുട്ടയുടെ മണമൊക്കെ ഇല്ലാണ്ട് നല്ല ഒരു സ്മെല്ലിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു 3/4 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നല്ല വലിയ തരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആവുമ്പോൾ നമുക്ക് ബീറ്റിങ് നിർത്തിയിട്ട് നമ്മളൊരു 1/4 കപ്പിൻ്റെ 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ബാറ്ററി ഇതിലേക്ക് 1 by 1 ആയിട്ട് മുഴുവനായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പതുക്കെ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബട്ടർ മിൽക്കാക്കി വെച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പതുക്കെ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ് ഇത്രയും സ്പീഡ്. ഇത്രയും സ്പീഡിലൊന്നും നിങ്ങൾ ചെയ്യരുത്. പതുക്കെ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ താന്നു പോവും. ബാറ്റർ താന്നു പോയാൽ ഒരിക്കലും നമ്മുടെ കേക്ക് പൊങ്ങത്തില്ല. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം വിനാഗർ ഒരു സ്പൂണിൽ എടുത്തിട്ട് അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന്
ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ബാറ്റർ വെച്ചേക്കരുത്. വെച്ചാൽ വളരെയധികം താന്നു പോകും നമ്മുടെ ബാറ്ററൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കേക്കും ഫ്ലോപ്പായി പോകും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ച നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു അലുമിനിയം പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 45 മിനിറ്റ്സിന് ശേഷമാണ് എനിക്കിത് ബേക്കായി കിട്ടിയത്. നല്ല പോലെ ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വേണം കേട്ടോ ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് നല്ല പോലെ കഴിക്കാനൊക്കെ എളുപ്പത്തിന് നല്ല പോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ മറ്റ് ലെയേഴ്സും ഇതുപോലെ തന്നെ ആദ്യം ലെയർ വയ്ക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാ ലെയേഴ്സും നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ലെയേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല ക്ലിയർ ആക്കിയിട്ട് തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക. അതിന് ശേഷം എടുത്തിട്ട് വേണം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്യുന്നില്ല. കാരണം ഞാനിവിടെ കൊട്ടയുടെ ആ ഒരു നോസിൽ വെച്ചിട്ടാണ് ഇതിന് ഡെക്കറേഷൻസൊക്കെ കൊടുത്തത്. അപ്പോൾ നമ്മൾ വീണ്ടും ഫൈനൽ കോട്ട് ചെയ്യണം എന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊട്ടയുടെ നോസിൽ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം പകുതിയോളം കൊട്ടയുടെ ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിസൈന് നമുക്ക് മുകളിലും കൂടി ഒന്ന് ചെയ്തെടുക്കാം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട നല്ല നല്ല അഭിപ്രായങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഞാനിവിടെ നമ്മുടെ ഗ്രാസ് കൊടുക്കുന്നത് നമ്മുടെ റഷ്യൻ നോസിൽ വെച്ചിട്ടാണ്. റഷ്യൻ നോസിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്ലോപ്പായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. റഷ്യൻ നോസിൽ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ നമ്മുടെ കേക്ക് മിൽക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ മെല്ലെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. മെല്ലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് മെല്ലെ മുകളിലോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി കൊടുത്തിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ നല്ല വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. നല്ല അടുത്ത വീഡിയോസുമായി കാണാം. ഓക്കെ, താങ്ക് യു.